പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ. പ്രേമിക്കുമ്പോൾ നമ്മൾ നീരിൽ വീണ പൂക്കൾ പോലെയാണ് എന്നത്. അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഈ പൂക്കൾ ആ ഒരു ചെടിയിൽ നിൽക്കുമ്പോൾ അതിമനോഹരമായിരിക്കും. അതിൽ നിന്ന് അടർന്ന് വീഴുന്നത് സമയത്ത് അത് ചാവാൻ നേരത്താണ്. അത് നിലത്ത് വീഴും അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. അവിടെ നിന്നത് ചീഞ്ഞളിഞ്ഞു പോകുന്നുള്ളതാണ്. പക്ഷെ പ്രേമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു വിപ്ലവമാണ്. പ്രണയത്തെക്കുറിച്ചിട്ട് ഒരുപാട് കവിതകൾ, ഒരുപാട് മഹാകവികൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ പല പ്രണയങ്ങളും ഉണ്ടാകുമ്പോൾ, പല ഒളിച്ചോട്ടങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപാട് കുടുംബങ്ങളും കൂടി തകരുന്നുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രേമിക്കണം, പ്രേമിക്കേണ്ട പ്രായത്തിൽ പ്രേമിച്ച് നടക്കുക തന്നെ വേണം. പക്ഷേ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നൊരു 22-23 വയസ്സ് വരെയൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നൊരു സമയമാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക, നല്ല അടിപൊളി സ്വപ്നങ്ങൾ കണ്ടു നടക്കാനും ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് ഒളിച്ചോടി പോയിട്ടുള്ളൊരു വിവാഹം, ഇനി ഒളിച്ചോടാതെ പോയിട്ടുള്ള വിവാഹമാണെങ്കിലും എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. ലൈഫ് എന്താകും, വല്ലാത്തൊരു സംശയമാണത്. ഓക്കെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോട്ടവും കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന ന്യൂ സ്റ്റൈൽ ഒളിച്ചോട്ടങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒളിച്ചോട്ടങ്ങളുടെ ഒരു സ്വഭാവവും അത് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു ചുരുക്കമാണ്. ഏതൊളിച്ചോട്ടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടർക്ക് സന്തോഷവും ഒരു കൂട്ടർക്ക് സങ്കടവും ഉണ്ടാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഗൾഫിലൊക്കെ പണിയെടുക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ ഒളിച്ചോടി പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, ഒരു ട്രെൻഡിങ് ടൈം. നിങ്ങൾക്കത് അറിയുന്നുണ്ടാവും. ആ ടൈമൊക്കെ ഏതാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2000-ന് ശേഷം ഇങ്ങോട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് വീട്ടിലേക്ക് പണിക്ക് വരുന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദം പ്രണയമാകുന്നു, ഒളിച്ചോടി പോകുന്നു. ഒളിച്ചോടി പോകുന്ന സമയത്ത് സ്വന്തം മക്കളെ വീട്ടിൽ ഉപേക്ഷിച്ച് പോകും. ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെട്ടയക്കുന്ന കായ് അതും എടുത്ത് ഒറ്റപ്പോക്ക. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 90s കിഡുകൾക്ക് കുറേ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ അവർ അമ്മാവൻ വസന്തം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ അമ്മാവൻ വസന്തം എന്ന് പറയുന്ന ഈ ആളുകളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ മെച്യൂരിറ്റി എന്നൊരു സാധനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് അമ്മാവന്മാർ. അത് 90s കിഡിന് മാത്രമുള്ളതല്ല, ഏത് കിഡിനാണെങ്കിലും ചിലപ്പോഴൊക്കെ ആ അമ്മാവൻ വസന്തങ്ങൾ വളരെ നല്ലതാണ്, ചിലപ്പോഴത് അപകടമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രണയങ്ങളും ഒളിച്ചോട്ടങ്ങളും ഇത്തരത്തിലായിരുന്നു. കുടുംബം നശിപ്പിച്ചുകൊണ്ടുള്ള ഒളിച്ചോട്ടം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ കാലം മാറിയല്ലോ. മൊബൈൽ ഫോണുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. കീപാഡ് മൊബൈൽ ഫോണുകളാണ്. നമ്മൾ ആപ്പിൾ വിഴുങ്ങുന്ന ഗെയിമൊക്കെ ഉള്ള മൊബൈൽ ഫോൺ, നമ്മുടെ 1100 പോലെയുള്ള ഈ ഫോണുകളുടെ വരവോട് കൂടിയിട്ട് റോങ് നമ്പർ വിളികളും അതേപോലെ തന്നെ അതിൽ ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജും റോങ് കോളുകളൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് റോങ് നമ്പറുകളിലൂടെ ആളുകൾ ചാറ്റ് ചെയ്യും, സംസാരിച്ചിട്ടൊക്കെ ഒളിച്ചോടാൻ തുടങ്ങി. അതായത് ഇന്ന് വരെ കാണാത്ത ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ കുറുകി അവസാനം അവരോട്ട് കൂട്ടി ഒളിച്ചോടി പോകും. ആ ഒളിച്ചോടുന്ന സമയത്തും അന്ന് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഒന്ന്, ഭർത്താവുള്ള സ്ത്രീകൾ ഒളിച്ചോടി പോയിരുന്നു, അല്ലാത്ത കുട്ടികളും ഒളിച്ചോടി പോയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾ ഒളിച്ചോടിയിരുന്നില്ല കേട്ടോ. അത് ട്രെൻഡിങ് ഇവിടെയാണ്. ഈ ജെൻ സെഡിലേക്ക് അത് എത്തിക്കാം. അപ്പോൾ അതിന് ഞങ്ങൾ പറഞ്ഞു വരികയാണല്ലോ. അത് ഫേസ്ബുക്കും ഓർക്കുട്ടൊക്കെ വരുന്നു. ആദ്യം ഓർക്കുട്ട് വന്നു. ഓർക്കുട്ട്, അതേപോലെ തന്നെ ഗൂഗിൾ ടോക്ക്. ഈ ഗൂഗിൾ ടോക്ക് വഴി പോലും ചാറ്റ് ചെയ്തിട്ട് പ്രണയിച്ച് ഒളിച്ചോടി പോയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. ഓർക്കുട്ട് ചാറ്റ് ചെയ്യാനും ഇതേപോലെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു. ആ ഒരു സംഭവം ആ ഒരു കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ എന്ന് ഇപ്പം അറിയപ്പെടുന്ന അന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിട്ട് ഇതിലേക്ക് വന്നിരുന്നത്. അതായത് നിങ്ങളിപ്പോൾ പറയുന്ന 90s കിഡ്, അവരുടെ കൈകളിലൂടെയാണല്ലോ ജാവ മുതൽ ഇപ്പോൾ iOS വരെയുള്ള നൂതന എല്ലാ ടെക്നോളജികളും കൈവശം വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു തരം കള്ളത്തരങ്ങളും കാണിക്കാൻ കഴിയില്ല. കാരണം അതൊക്കെ പൊളിക്കും. എല്ലാ ടെക്നോളജിയും അവർ പഠിച്ചു വെച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഡിഗ്രി പെൺകുട്ടികളും ആൺകുട്ടികളായിരുന്നു കൂടുതലും ഓർക്കുട്ട് വഴി പ്രണയം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ആ പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്തിയിട്ട് പോലുമില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് വകതിരിവുണ്ടായിരുന്നു. പ്രണയിക്കേണ്ട പ്രായമായിരുന്നു, പ്രണയിച്ചു, അത്രയേ ഉള്ളൂ. അന്ന് ഈ കുറ്റിക്കാട്ട് പിന്നെ മറ്റേ പരിപാടി അതൊന്നും അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഒന്നും കൂടിയും കാലം മാറി ഫേസ്ബുക്കിന്റെ കടന്നുകയറ്റം. ഫേസ്ബുക്ക് വന്നതോട് കൂടിയിട്ട് ഈ മുഖം കാണിക്കാനുള്ള തിരക്കിലായിരുന്നു ആളുകൾ. അതിലൊരു മെസ്സഞ്ചറും കൂടി കൊണ്ടുപോയിട്ടപ്പോൾ വീണ്ടും ചാറ്റും പ്രണയവും തുടങ്ങി. അവിടെയും ഏകദേശം ഒരു 18 വയസ്സ് കഴിഞ്ഞവരായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2015-16 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് കൂടുതലും കുറച്ചും കൂടി മുന്നേ ജനിച്ച ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെയും ചാറ്റും കാര്യങ്ങളും തുടങ്ങുന്നു. അതിലൂടെ ഒരുപാട് ഗെറ്റ് ടുഗദറുകൾ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, ആ സമയത്ത് വാട്സപ്പ് വന്നിട്ടുണ്ട്. ആ വാട്സപ്പ് വഴിയും ഗെറ്റ് ടുഗദർ ഗ്രൂപ്പുകളും കാര്യങ്ങളും വന്നു. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പഴയ പ്രണയം പൂത്തുലയാൻ തുടങ്ങി. പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന ആളുകൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടം നടന്നിട്ടുള്ളത് ഏതാണെന്നറിയോ? അത് കുറച്ച് മധ്യവയസ്കരായിട്ടുള്ള ആളുകളായിരുന്നു. ഒരു 40 കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റും പ്രണയമൊക്കെ തുടങ്ങും. അങ്ങനെ അവർ ഒളിച്ചോടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് വഴി ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജെൻ സെഡ് ഉണ്ടല്ലോ, അവരിലെ കുറച്ചും കൂടി അടുത്തുള്ള ആളുകൾ കൂടി ഫേസ്ബുക്കിലേക്ക് കടന്നു വന്നു. ഫേസ്ബുക്ക് സജീവമായി. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പോലെയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുവഴിയും ഒരുപാട് ആളുകൾ പ്രണയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ഒരു തുടക്കം തന്നെയായിരുന്നു. ഫേസ്ബുക്ക് വഴി ഏകദേശം ഈ പ്രണയത്തിന്റെ മുധാവിൽ മുട്ടുന്ന പരിപാടികളും ഒളിച്ചോട്ടങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. പക്ഷെ പതുക്കെ ഫേസ്ബുക്ക്, നിങ്ങളെല്ലാവരും പറഞ്ഞില്ല അമ്മാവൻ വസന്തം എന്നൊക്കെ പറയില്ലേ, അതായത് വാർത്തകളുടെ അതിപ്രസരം വന്നു തുടങ്ങി. ആ സമയത്താണ് ഇൻസ്റ്റഗ്രാമിന്റെ കടന്നുകയറ്റം. ഇപ്പൊ നമ്മൾ പറയുന്ന ജനറേഷനിൽപ്പെട്ട കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. അമ്മാവൻ വസന്തം നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അവർക്ക് അറിയില്ല എന്നുള്ളതും. നമ്മളത് ഉപയോഗിക്കുന്നത് ഇവർ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിരുന്നു. അവരെന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? ആരെങ്കിലായിട്ട് ചാറ്റണം, ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്ത് പതുക്കെ ഒരു ഹായ് അങ്ങോട്ട് വിടണം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിട്ട റീലിന്റെ പാട്ടൊന്ന് അയച്ചു തരുമെന്ന് ചോദിക്കണം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മെസ്സേജ് വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റണം. അധികം വൈകാതെ അതന്നെ ബട്ടർഫ്ലൈസ് മറന്നു പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് ഈ ജെൻസെഡിലേക്ക് എത്തിയപ്പോൾ അത്രയും നാള് 18 വയസ്സിന് പിന്നോട്ടുള്ള കുട്ടികളുടെ ഒളിച്ചോട്ടങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഡിഗ്രി കഴിഞ്ഞ് അങ്ങോട്ടുള്ള പ്രണയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് കാലഘട്ടത്തിന്റെ പകുതിയോളം കണ്ടിട്ടുള്ളൂ. ഈ ഫേസ്ബുക്കിന്റെ പകുതിയോളം എന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാം കൊണ്ട് വന്നപ്പോൾ ഫേസ്ബുക്കിലേക്ക് പൂർണ്ണമായിട്ട് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫുള്ള് നല്ല നല്ല ന്യൂസുകളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഇവർ പറഞ്ഞതുപോലെ അമ്മാവൻ വസന്തം ഫുള്ള് ഫേസ്ബുക്കിൽ തങ്ങാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം വസന്തം എന്ന് പറഞ്ഞ ന്യൂ വസന്തങ്ങൾ എന്താക്കി നേരെ ഇതിലേക്കും കയറാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ പോലും പ്രണയിക്കാൻ തുടങ്ങുന്നു. പ്രണയം ഒരു 5ാം ക്ലാസ് മുതൽ അങ്ങോട്ടുണ്ട്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ +1 കഴിഞ്ഞ കുട്ടി പരീക്ഷ എഴുതാതെ ഒളിച്ചോടി പോകുന്നു. എന്താ മോളെ നീ ഒളിച്ചോടിയത്? പരീക്ഷക്ക് തോക്കുന്നുള്ള പേടി ഉണ്ടാണെന്നാണ് ഒരു കുട്ടി പറഞ്ഞത്. മറ്റൊരു കുട്ടി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രേമം വീട്ടിൽ പിടിച്ചു, ഞങ്ങളൊരു 4 വർഷമായിട്ടുള്ള പ്രണയമാണ്. അപ്പോൾ എപ്പോൾ തുടങ്ങിയ പ്രണയം മോളെ? ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയമാണ്. ഇപ്പം മോൾക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. അങ്ങനെയാണോ? +1 എത്തുമ്പോൾ 18? എന്നെ കുറച്ച് വൈകിട്ടാണ് ചേർത്തത്. അതായത് തോറ്റുപോയ കഥ ഒന്നും പറയില്ല, ഒന്ന് വൈകിട്ടാണ് ചേർത്തത്, അതുകൊണ്ട് ഇപ്പോൾ +2 എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒളിച്ചോടി പോയത്? അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ പ്രണയം വീട്ടിൽ പിടിച്ചപ്പോൾ ഒരു 3 മാസമായിട്ട് ഇവനെ കാണാൻ കഴിഞ്ഞില്ല, എനിക്കത് സഹിക്കാൻ വയ്യ, ഭയങ്കര വിഷമായി, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. 17-18 വയസ്സ് വരെ ആ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ ആ ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. ഓക്കെ, ഒരു 3 മാസം അവനെ കാണാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ പോവുകയാണെന്ന്. അപ്പോൾ ആ ഒരു വീട്ടുകാരുടെ വിഷമത്തെക്കുറിച്ച് ആ കുട്ടി ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ വകതിരിവില്ല. വകതിരിവ് എവിടെ നിന്ന് കിട്ടാനാ? മെച്യൂരിറ്റി എന്നൊരു സാധനം ഒരു 25 വയസ്സ് കഴിഞ്ഞാലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരാറുള്ളൂ. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് കുട്ടികൾക്ക് വരും, കുറച്ച് കുട്ടികൾക്ക് വരാറില്ല. ഈ ഒളിച്ചോടി എന്ന് പറയുന്ന ഏതൊരു കേസ് എടുത്ത് നോക്കിക്കോളൂ, ഒരു വകതിരിവും വന്നിട്ടുണ്ടാവില്ല. ഒക്കെ +2 പരീക്ഷ എഴുതാൻ മടിയായിട്ട് ഒളിച്ചോടി എന്നൊക്കെ ഇന്റർവ്യൂ പോലും കൊടുക്കുന്ന ആളുകളാണ്. 18 വയസ്സായി എൻ്റെ ഭാര്യയെ കണ്ടു എന്നൊക്കെ പറയുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ 3-4 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. 2025 തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചിയുടെ ഭർത്താവിനായിട്ട് ഒളിച്ചോടി പോയ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുണ്ടാവും. 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് തിരിച്ചു വന്ന് അങ്ങനെ അത് വേറെ കഥ. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഒളിച്ചോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇപ്പൊ ഈയിടെ ഒരു സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ പഴയ കാമുകനെ വീണ്ടും കിട്ടി. പഴയ കാമുകനെ കിട്ടിയപ്പോൾ നമ്മുടെ ഭർത്താവ് കുറച്ച് പോരാ, അതുകൊണ്ട് അയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും കാമുകനും ചേർന്ന് അയാളെ വെടിവെച്ചങ്ങ് തീർത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഫേസ്ബുക്ക് ആയിരുന്നു കേട്ടോ, നോട്ട് ദി പോയിന്റ്.
അത് ഫേസ്ബുക്ക് വഴിയായിരുന്നു അവർ ചാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്, ഇൻസ്റ്റാഗ്രാം വഴിയല്ല. ഇൻസ്റ്റാഗ്രാം ഇവരുടെ കയ്യിലാണെന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ടാകാം. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം വഴി ഏറ്റവും കൂടുതൽ ഈ ന്യൂജൻ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ 9ാം ക്ലാസ്സിൽ മുതൽ എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ച് കൂട്ടി പ്രണയിച്ച് 18 ആവുമ്പോഴേക്കും 18 ആവാൻ മുട്ടി നിൽക്കുമ്പോഴത്തേനും ചാടി ഓടി ഒറ്റ പോക്ക് പോകുന്ന ഒരവസ്ഥ അല്ലേ? നമ്മളൊക്കെ 9ാം ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 ഇംഗ്ലീഷിലാണല്ലോ എല്ലാ ക്ലാസ്സും. അങ്ങനെയൊക്കെ പേടിച്ച് +2 കഴിഞ്ഞ ഡിഗ്രിക്ക് നമ്മളിപ്പം എന്തെടുക്കണം, BA ഇംഗ്ലീഷ് എടുക്കണോ അല്ലെങ്കിൽ സംസ്കൃതം എടുക്കണോ ഹിന്ദി എടുക്കണോ, ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അതിനെ പ്ലാൻ ചെയ്തിരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവ് എങ്ങനെ ഇരിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ എങ്ങനെ പോകണം, വീട്ടുകാരുടെ മുന്നിൽ നിന്ന് നമ്മൾ എങ്ങനെ പോകും, അതൊക്കെയാണ് ഈ ജനറേഷൻ കൂടുതലായിട്ട് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രണയം ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഒളിച്ചോട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏത് കാലഘട്ടത്തിൽ ഒളിച്ചോട്ടാണെന്നുണ്ടെങ്കിലും ഒരു കൂട്ടർക്ക് വിഷമവും ഒരു കൂട്ടർക്ക് സന്തോഷം ഉണ്ടാവും. ഈ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി മതങ്ങൾ മാറിയിട്ടുള്ള വിവാഹമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. അത് വീട്ടിൽ വേറൊരു പെൺകുട്ടി ഇല്ലാത്ത വീടാണെങ്കിൽ പേടിക്കാനേ ഇല്ല. പെൺകുട്ടികളുള്ള വീട്ടുകാർക്കാണ് കൂടുതൽ വിഷമം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പ്രണയിക്കണം, നല്ലതാണ്, നല്ല രീതിയിൽ പ്രണയിക്കാം, അതൊക്കെ അടിപൊളിയാണ്, അതൊക്കെ ആസ്വദിക്കേണ്ട പ്രായമാണ്. പക്ഷെ 20 വയസ്സിന് മുന്നേ കല്യാണം കഴിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു അമ്മാവ് വസന്തമാക്കി അവർ മാറ്റി നിർത്തുമ്പോഴും ഒരുപാട് ജീവിതം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ പ്രണയിച്ചിട്ടുണ്ട്, നമുക്ക് തേപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല ആ കാര്യത്തിൽ. നമ്മളൊക്കെ അത് ആസ്വദിച്ചിട്ടുണ്ട്, അതൊക്കെ ജീവിതത്തിൽ ഒരു പാഠമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നും പ്രണയിക്കുന്നുണ്ട്, ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. ജീവിതകാലം മുഴുവൻ പ്രണയിക്കാനും തയ്യാറാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രണയത്തിനൊക്കെ ഒരു പ്രത്യേകത, ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളതാണ്. ഒരാളെ കാണുന്നു, 2 കൊല്ലം പ്രണയിക്കുന്നു, മുങ്ങുന്നു. ഒരാളെ കാണുന്നു, 6 മാസം പ്രണയിക്കുന്നു, മുങ്ങുന്നു. ഈ മുങ്ങലുകളിലൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന വിഷമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. കാരണം അവരങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുക, അവർ ചിന്തിക്കുന്ന പോലും ഇല്ല 18 വയസ്സാകുമ്പോൾ എൻ്റെ കുട്ടി ഒളിച്ചോടി പോകുന്നുള്ളത്. എന്നിട്ടോ ഈ ഒളിച്ചോടി പോകുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ യൂട്യൂബർമാർ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കും. ആ ഇന്റർവ്യൂയിലൂടെ അവർ പറയും, അതായത് എൻ്റെ അച്ഛനും അമ്മ എന്നോട് സ്നേഹം കാണിക്കാറില്ല, ഇവൻ്റെ കയ്യിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ പോയിന്ന്. ഇത് കാണുന്ന ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കള് ജീവിതകാലം മുഴുവൻ നരകിച്ച് കരഞ്ഞ് തീർക്കും എന്നുള്ളതാ. അത്ര വിഷമം അവർക്കുണ്ടാവും ഇല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഒളിച്ചോട്ടങ്ങളുടെ ഒരു വരവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയും കേൾക്കും പുതിയ രീതിയിലുള്ള ഒളിച്ചോട്ടങ്ങൾ. എന്തായാലും ബോധമില്ലാത്ത സമയത്തുള്ള ഒളിച്ചോട്ടങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ചിന്തിക്കാൻ ബോധമില്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമുക്കറിയാം. ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് പ്രണയങ്ങളും ഒരുപാട് ചതികളും ഒരുപാട് ഡ്രഗ് ഡീൽ പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ന്യൂ ജനറേഷനാണ് അതിൽ കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അത് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ നമ്മൾ ഉപയോഗിച്ച മൊബൈൽ ഫോണിനുണ്ട് എന്നുള്ളതാണ്, നമ്മൾ ഉപയോഗിച്ച ടെക്നോളജികൾക്കുണ്ട് എന്നുള്ളതാണ്. കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും അതിന് വന്നു. അതേപോലെ തന്നെ പ്രണയത്തിനും ഒളിച്ചോട്ടങ്ങൾക്കും എല്ലാത്തിനും ആ മാറ്റങ്ങൾ പലപ്പോഴും നല്ലതാണ്, പലപ്പോഴും മോശമാണ്. അതിൽ നല്ലത് ഏത് ചീത്തത് ഏത് എന്ന് മനസ്സിലാക്കാനും അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മുടെ രക്തത്തിൽ പിറന്ന ആളുകളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു തവണയല്ല 1000 തവണ ആലോചിച്ചിട്ട് വേണം ചെയ്യാം. നമ്മുടെ ജീവിതമാണ്. നമ്മൾ മുന്നോട്ട് പോയി ഒരുപാട് കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴോ ആലോചിക്കുക, 18 വയസ്സിലൊന്നും ഞാൻ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് പറക്കണമായിരുന്നു, ആ പറക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ചിറകുകളെല്ലാം വന്ന് മുറിഞ്ഞു പോയിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കും. ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കമന്റ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഏതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.